ഹലോ, നമസ്കാരമുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, എൻ്റെ സ്നേഹിതരെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയാണ് വിശേഷം? ഞങ്ങൾ ഇന്നിവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കുവാണേ. കുവൈറ്റിലെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെന്താണ്, വീഡിയോ ഒന്നും എടുക്കാൻ ഇവിടെ ആരുമില്ല. ഞങ്ങൾ 2 പേരുണ്ട്. എൻ്റെ കൂട്ടുകാരിയും ഞാനും, ഞങ്ങൾ 2 പേരും കൂടെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എങ്കിലും 2 പേർക്കും കൈ ഒഴിയാതെ നിൽക്കുന്നുണ്ടേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആദ്യം ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സവാള കുറച്ച് വറുത്തെടുത്തിട്ട് ഇല്ലേ നമ്മുടെ ആ കോരി എന്ത് ചെയ്യുന്നത് അരിപ്പ എന്നിട്ട് കരി ഊതി കുറയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ പോവുകയാണ്, അങ്ങനെ ചെറുത് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. സവാള ശരിക്കും അങ്ങോട്ട് മൂത്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ ആയിക്കോളും. കുറച്ചുകൂടെ എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ട് വേണം വറുക്കാൻ. വീഡിയോ എടുക്കാൻ നമുക്ക് ഉള്ള സമയക്കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. നല്ല മെറൂണായിട്ടുണ്ട്, കരിയുന്നതിന് മുമ്പ്. ഇത് സവാള കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്പ്പാണ് വരുന്നത്. അതുകൊണ്ട് ഇത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 2 പാത്രത്തിൽ വെച്ചു. ഒരെണ്ണത്തിൽ ചിക്കൻ വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. കുറച്ചുകൂടെ എണ്ണ ഒഴിക്കണം. നെയ്യ് ചേർക്കാം. എന്നാൽ കുറച്ച് വാടിയിട്ട് നെയ്യ് ചേർക്കാം. അതെ, ഇത് മസാല ആയിരിക്കണമല്ലോ അല്ലേ. ഇതാണ് ഇത് അരി. എന്തെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങടുത്ത് കാണിച്ചിട്ട് തലശ്ശേരി ബിരിയാണി അരിയാണ്. പക്ഷേ കുവൈറ്റിലെ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുവൈറ്റിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി, ഞാൻ പല വീടുകളിലും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ബിരിയാണി. ചില സമയത്ത് ചിലപ്പോഴൊന്നും ഒത്തിട്ടില്ല. ചേച്ചി ഇതെന്ത് ബിരിയാണി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒന്ന് വെച്ച് നോക്കാൻ പോവാണ്. ചിലർക്ക് എരി കുറഞ്ഞിരിക്കണം, ചിലർക്ക് മസാല കുറഞ്ഞിരിക്കണം, ചിലർക്ക് മസാല കൂടിയിരിക്കണം. അങ്ങനെ പല രീതിയിലല്ലേ പല വീടുകളിൽ നമ്മളിങ്ങനെ പാർട്ട് ടൈം ജോലിക്കായിട്ട് പോകുമ്പോൾ പല രീതിയിലല്ലേ ഓരോരുത്തർക്കും കുക്ക് ചെയ്യുന്നത്. അവരുടെയൊക്കെ ടേസ്റ്റ് പല രീതിയിലല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ കുവൈറ്റ് വീട്ടിലെ ബിരിയാണിയല്ല, അത് വേറെ ഒരു ലെവലാണ്. അതൊരു ദിവസം സാവകാശം ഉണ്ടാക്കാം. അമ്മ വറുത്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. വറുത്ത് തലശ്ശേരി ബിരിയാണി അരിയാണ്. പക്ഷേ തലശ്ശേരി ബിരിയാണിയല്ല ഉണ്ടാക്കുന്നത്. കുവൈറ്റിൽ ഞാൻ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിലർ പറയാം, ചേച്ചി നല്ല ടേസ്റ്റ് ചേച്ചി, നന്നായിട്ടുണ്ട് ചേച്ചി, ഇനി ഒരു ദിവസം വയ്ക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും, ചേച്ചി ഇച്ചിരി എരി കുറയ്ക്കണം ചേച്ചി, ഇച്ചിരി എണ്ണ കുറയ്ക്കണം ചേച്ചി, നെയ്യ് കുറയ്ക്കണം ചേച്ചി എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരു കാലം ദൈവമേ, അത് ഓർക്കുമ്പം സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട്. ജീവിതമല്ലേ, ഒരിടത്തിന് നമുക്ക് ജീവിച്ച് തീർക്കാനുള്ളതല്ലല്ലോ അല്ലേ. എന്നായാലും നമ്മുടെ നാട് വന്ന് ചേരണ്ടേ അല്ലേ. കുറേ ഇങ്ങനെ ആക്കിയിട്ട് ഒരു പാകം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ രണ്ടാമതൊരിക്കൽ കൂടെ ഇടണം, ഒരുമിച്ച് പറ്റത്തില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്.
ആദ്യം കടലപ്രഥമൻ ഉണ്ടാക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, പിന്നെ ബിരിയാണിയിലെത്തിച്ചു. പിന്നെന്താണ്, ഇത് ശകലൊന്ന് അടച്ചു വെക്കണം, ആവിയിൽ കുറച്ചൊന്ന് വേവണം. അടപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ എ സിയുടെ ഇടയിൽ കൂടെ പോയിട്ട് എൻ്റെ അമ്മ, അതിനകത്ത് നിൽക്കുന്ന അടപ്പാണ് എനിക്കിഷ്ടം. എങ്കിലേ ആവി കൊണ്ട് വേവത്തുള്ളൂ. കഴുകി വെക്കുന്ന പാത്രമാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാം. കാണുന്നതിൻ്റെയൊക്കെ ഒരു സോപ്പൊന്നും കഴുകിയില്ലാന്ന്, അതുകൊണ്ട് ചെറുതായിട്ടൊന്നൊരു ഭാഗം വേവണം, എങ്കിലേ അത് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇതായി പോകും. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചത് ആവശ്യത്തിന്. ഞാനിങ്ങനെ വെച്ചിട്ടാണ് ഇടുന്നത്. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടേ അതിനകത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ പിന്നെ മസാലയ്ക്ക് ഒരുപാടാവും, പിന്നെ ചുവയ്ക്കൂലേ, അതുകൊണ്ട് കുറച്ച് മതി. ഈ കുറേ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാമായിരുന്നല്ലേ. എന്തെന്നോ, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ല, അപ്പോൾ അത് അരിയണം. അപ്പം വീഡിയോ ഒരിടത്ത് ഫോൺ ഒരിടത്ത് വെക്കണമല്ലോ, വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. സവാള കുറഞ്ഞു പോയാ? നമുക്ക് ബിരിയാണിയിലിടാനേ പുതിനയില കിട്ടിയില്ല കേട്ടോ. കുവൈറ്റിലാണെങ്കിൽ ഇഷ്ടം പോലെ പുതിനയിലയുണ്ട്, ഇവിടെ ഉണ്ട് എങ്കിലും, പക്ഷേ നമ്മൾ 2 കടയിൽ തിരക്കി കിട്ടിയില്ല. പിന്നെ അവിടെ അങ്ങ് നിർത്തലാക്കി, പുതിന വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെന്താണ്, ആയിട്ടില്ലല്ലോ, 2 തത്തി വറുക്കണം, കുറച്ചും കൂടെ വറുക്കാൻ ഇരിക്കുന്നുണ്ട്. ഇത്രയും കൂടെ ഉണ്ട്, അത് വറുത്ത് മാറ്റിയിട്ട് അടുത്ത വറുക്കണം. തക്കാളി സാലഡിന് നല്ല പഴുത്തത് എടുക്കണേ, സാലഡിന് നല്ല പഴുത്ത തക്കാളി എടുക്കാം കേട്ടോ. സാലഡിനല്ലേ അരിയുന്നത്. ക്യാബേജ് ഉരുപ്പുണ്ട്, കുറച്ച് ക്യാബേജ് ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഇത് മതി. ഇത്രയും വേണ്ട, കുറച്ച് മതി. ഇത്രയും വലുതായിട്ടുണ്ടോ സാലഡിന്? ഓഫാക്കട്ടെ, പിന്നെ എടുക്കേ. എന്തെന്നോ, ഈ തക്കാളിയൊക്കെ അരിയാനുണ്ട്, എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമായിരുന്നല്ലേ. ഞാനെന്ന് വെച്ചാൽ ജോലി വീട്ടിൽ ചെല്ലുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ നിന്നാൽ എല്ലാം പലയിടത്തും ഇങ്ങനെ ഇരിക്കും, അവിടെ എവിടെ ഇരിക്കും, അപ്പോഴെപ്പോഴും ഓരോന്ന് ഓടി എടുത്ത് അരിഞ്ഞരിഞ്ഞ് ചെയ്യും. കാരണം നമ്മൾ പാർട്ട് ടൈം ചെയ്യുന്നതുകൊണ്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ അല്ലേ ഓരോ വീടുകളിൽ നിൽക്കാൻ പറ്റുള്ളൂ, കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും. അപ്പോൾ ഓടിച്ചെന്ന് ചടപടായി ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ, എനിക്കൊരു ചങ്ക് വെട്ടുന്നു. കുവൈറ്റിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതം തന്നെ ആയിരുന്നു. ഞാൻ പിന്നെ ലാസ്റ്റൊക്കെ വിസ അടിക്കാനൊന്നും കഴിയാതെ പോയതിൽ ഞാൻ തിരിച്ചിങ്ങ് വന്നതാണ്. ടെൻഷനുണ്ട്, നോർത്തിട്ട് കാര്യമില്ല. പിന്നെന്താണ്, ശരി സഹോദരങ്ങളെ, ഞാൻ പിന്നെ ബിരിയാണി റെഡി ആയിട്ട് എല്ലാവർക്കും കാണിച്ചു തരേ. ഓക്കെ, ടാറ്റാ.